അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സഖാക്കൾക്ക് ലാൽ സലാം, പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? എല്ലാവരും ലൈവിൽ വരണം. വരുന്നവർ മാത്രമല്ല, നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ വേണം. നല്ല റിപ്പോർട്ടറും അതുപോലെ തന്നെ ഒരു പുറത്തേക്ക് എൻ്റെ ഒരു പോസ്റ്റും പോകരുത് എന്ന് അതിശക്തമായി ആഗ്രഹിക്കുകയാണ് സംഘികളും സഖാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും UDF-നെതിരായ സകല സഹോദരന്മാരും ആ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുകയാണ്. ഞാൻ ഇപ്പോൾ വന്ന ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ക്യാപ്ഷൻ നോക്കിയാൽ കാണാം. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയിൽ വന്ന അപകടവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന, അഥവാ സർക്കാർ നിർമ്മിച്ചു നൽകുന്ന എന്ന് പറയുമ്പം കേരളത്തിലെ ജനങ്ങൾ സർക്കാരിന് സഹായിച്ചു. ആ സഹായം കൊണ്ടൊന്നു മാത്രം, അതായത് കേരളത്തിലെ ജനങ്ങളിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കുന്ന കൽപ്പറ്റയിലെ വീട് നിർമ്മാണത്തിൽ അപാകതകളുണ്ട് എന്ന് തെളിയുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ആരോപണങ്ങൾ വന്നതിന് ശേഷം പൂർണ്ണമായും കേട്ടിട്ടില്ല. എന്നിരുന്നാലും മെയിൻ സ്ലാബിന് വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും ആ വിള്ളൽ അനുഭവപ്പെട്ട കാരണം കൊണ്ട് തന്നെ വീട് പൂട്ടി താക്കോലുമായി ആരോ പോയി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യം എന്തോ, ഏതായാലും വാർത്താ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ അത് പുറത്ത് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഈ വീടിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഖാക്കളെ അതിന് മറുപടി നിങ്ങൾ പറയണ്ടേ? സിദ്ദീഖിനെ കൂക്കാൻ വേണ്ടി നിന്ന നാറികളെ, നിങ്ങളല്ലേ അതിന് മറുപടി പറയേണ്ടത്? ഈ നാരികളെ എന്ന് വിളിക്കണേന് ആരും ഒന്നും വിഷമിക്കണ്ട കേട്ടോ. കാരണം വിഷമം കൊണ്ട് വിളിച്ചു പോണതാണ്. കാരണം സഖാക്കളെ മന കെട്ടിച്ച പൈസ മാത്രമല്ലല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആളുകളൊക്കെ സഹായിച്ച ആ സഹായം കൊണ്ടാണല്ലോ നമ്മൾ ഈ വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഇവർക്ക് ഇത് കൊടുത്തിട്ട് ഈ സഖാക്കളുടെ കെയർ ഓഫിലുള്ള ആളുകൾക്ക് മാത്രമായി നക്കി തിന്നാൻ വേണ്ടി ഈ ഒരു ടീമിന് മാത്രം ഇത് കൊടുക്കുമ്പോൾ അതിലെന്തോ ഒരു കള്ളക്കളി ഇല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചു പോയാൽ അവരെ നേരെ നെഞ്ചത്തേക്ക് കയറി വന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഏതായാലും അതിൽ സത്യം ഉണ്ടെങ്കിൽ, ഈ മെയിൻ സ്ലാബിന് വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾ ഒരു വലിയ ദുരന്തം കഴിഞ്ഞ് ആ ദുരന്തത്തിൻ്റെ അടിയിൽ നിന്ന് മണ്ണും ചളിയും ആവശ്യത്തിനും അതിനപ്പുറവും ഒക്കെ തിന്ന് ജീവിച്ച് കുറുജീവനായി ജീവിച്ച് വളർന്നു വന്ന് ജീവൻ രക്ഷപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള വീടുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, അല്പമെങ്കിലും മാനാഭിമാനം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, സഹപാഠികളായ അല്ലെങ്കിൽ സഹപ്രവർത്തകന്മാരായ മനുഷ്യർക്ക് താമസിക്കാനുള്ളതാണ്, നാൽക്കാലികൾക്ക് താമസിക്കാനുള്ളതല്ല. അതിന് ഈട് വേണം, ഉറപ്പ് വേണം എന്നുള്ള ചിന്തയോടുകൂടെ ആ വീട് നിർമ്മിക്കാഞ്ഞാൽ ഇനിയും വലിയ ഒരു ദുരന്തം നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ തുറന്ന് പറയാണ്, ഒരാളെങ്കിലെ അങ്ങനെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിശോധിക്കണം, എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണം. വെറും വാങ്ങാനും നക്കാനുമായിട്ട് മാത്രം നിങ്ങളാരും നിൽക്കണ്ട. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഇനി അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇവരാരും പോയില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ കേസിന് പോവുക തന്നെ ചെയ്യും. ഞങ്ങളൊക്കെ പിരിവെടുത്തിട്ടാണെങ്കിലും ആ കേസിന് പോയിട്ട് കേസ് നിങ്ങളെ പേരിൽ കൊടുത്തിട്ട് ആ കേസ് എവിടറ്റം പോകണോ അവിടറ്റം പോവും, ഭിക്ഷ എടുക്കേണ്ടി വന്നാലും ശരി. അപ്പോൾ അത് ഈ ഊരാളുങ്കൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കേരളത്തിലെ നമ്പർ 1 കോൺട്രാക്ട് ഗ്രൂപ്പായ ആ ഗ്രൂപ്പിനോടുള്ളൊരു അപേക്ഷയാണ്. ഈ പറയുന്നത് സത്യമാണെങ്കിൽ അത് അന്വേഷിക്കണം, അതിൻ്റെ അപാകതകൾ എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് അതിനുള്ള അതിനുള്ള പ്രതിവിധി ഉടനടി ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരോട്, ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കന്മാരോട് പറയാനുള്ളത്, ആ സ്ഥലം ഒന്ന് സന്ദർശിക്കുന്നത് നന്നാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അപാകതകൾ എന്നുള്ളത് നിങ്ങളും പരിശോധിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ശിവൻകുട്ടി അണ്ണനെ സുലോചന തേച്ചു. സുലോചനയാണോ അതോ സുലോചനൻ അല്ലേ? പുരുഷനാണെന്ന് തോന്നുന്നല്ലേ? സുലോചനല്ല, തേച്ചത് സുലോചനല്ല, സുലോചനൻ ആണ്.
അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് മറിക്കപ്പെട്ടോ, ബി ജെ പിയിൽ നിന്ന് പൈസ വാങ്ങിയോ, അതല്ലാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയോ? സി പി ഐയുടെ നേതാവാണ് പോലും. ഈ സി പി ഐയുടെ നേതാവ് നിയമം തന്നെയല്ല അയാൾ മത്സരിക്കണത്. അവിടുന്ന് വല്ല കാര്യങ്ങളും ചെയ്തോ? എന്താടോ ഞങ്ങളൊക്കെ പറഞ്ഞത്? ഞങ്ങൾ എന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ പല അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാക്കുന്നല്ലേ. നിങ്ങൾ ബി ജെ പി ആയിട്ട് പല സ്ഥലത്തും ബി ജെ പി ആയിട്ട് സി പി എമ്മും സി പി ഐയും നിങ്ങൾ ആ പാർട്ടിയിലുള്ള സകല ഗുണ്ടാമണ്ടികളും പോലുമായിട്ട് സഹകരണത്തിലാണ് പോണത്. ചുരുങ്ങിയത് ഒരു 4-5 സീറ്റ്, ഏറ്റവും ചുരുങ്ങിയത് 4-5 സീറ്റൊക്കെ നിങ്ങൾ ഓർക്ക് കൊടുക്കും, ഓർക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് ഞമ്മക്കും അറിയാം. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. എന്നിട്ടിപ്പോൾ തൽക്കാലം എന്തായി അറിഞ്ഞപ്പം അതും ആ വോയിസ് പുറത്തറിഞ്ഞുകൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ഈ കൂമ നിലവിൽ നിന്നുകൊണ്ട് ഈ സി പി ഐൻ്റെ മുഴുവൻ പന്ന്യൻ രവീന്ദ്രനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സകല ഗുണ്ടാമണ്ടികളെയും ആ ബി ജെ പിൻ്റെ കൂടാരത്തിലേക്ക് എത്തിക്കൂലേ? ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളുടെ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പിണറായി വിജയൻ ബംഗാളിലേക്കൊന്നും പോകുന്നില്ല. എന്താ പോകാത്തത്? രാവിലെയും പൊങ്ങി വരും. 40, 45, 50 തവണ മാറ്റിവെച്ച കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് വരും. മിസ്റ്റർ പിണറായി, താങ്കളെ പിടിച്ച് അകത്താക്കിയിട്ട് കൊണ്ടേ ഇവിടെ ഹാജരാക്കണം എന്നെങ്ങാനും പറഞ്ഞാലോ? അത് പറയാതെ ഇരിക്കണമെങ്കിൽ മൂപ്പര് ബംഗാളിൽ പോകാൻ പാടില്ല. ഇനി നമ്മളെ പോലത്തെ ആളുകളൊക്കെ, സൈബർ പോരാളികളൊക്കെ ഒച്ചിമ്പിളി നായാട്ടുണ്ടായാൽ ബഹുമാന്യനും ആദരണീയനുമായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൈജാമയൊക്കെ കജ്ജും കാലമൊക്കെ പിടിച്ചിട്ട് ഞാൻ ഒന്ന് പോയി വരാം, എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വലിയ ഇടങ്ങേറില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒന്ന് പോയി വരാനുള്ള സാധ്യത ഉണ്ട്. പഴയ സഖാക്കളൊക്കെ ബി ജെ പിക്കാരായിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാർ ഇത്രണ്ണം പോയിട്ടുണ്ട്, MP-മാർ അത്രണ്ണം പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള സകല CPM-ൻ്റെ നേതാക്കന്മാരും ചേക്കേറിയത് ബി ജെ പിക്കാണ്. ഇതൊക്കെ അല്ലേ അവസ്ഥ? അപ്പോൾ നമ്മളെ സുലോചന തേച്ച ശിവൻകുട്ടി എന്താണ് അവസ്ഥ അല്ലേ? അവിടെ ബി ജെ പി വരും എന്ന് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുമോ? അവിടേക്ക് എത്തിയോ? അതല്ല, ശിവൻകുട്ടിയെ കജ്ജും കാലും പറിച്ചുകാണ്ട് നയിച്ചുണ്ടാക്കിയത് മുഴുവൻ പോയോ? എന്നെ ആലോചിച്ച് നോക്കി. നിങ്ങൾ വിശ്വസിച്ച് നിന്ന ആളുകളല്ലേ. എന്തിനാ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ മത്സരിച്ചാൻ പോയത്? ഞങ്ങൾ പറഞ്ഞ മാതിരി കുറച്ച് യുവാക്കൾക്കൊക്കെ നിങ്ങൾക്കും കൊടുക്കുകയില്ലല്ലോ. നിങ്ങൾ എത്ര യുവാക്കൾക്കാണ് കൊടുത്തത്? എണ്ണം പറഞ്ഞേരി. എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു? ബാപ്പില്ലാത്ത നേരത്ത് അമ്മക്ക് പറ്റിയൊരു അബദ്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചൊക്കെ പല ആളുകളുണ്ടായിരുന്നല്ലോ. ഓൽക്കൊന്നും എന്താ സീറ്റില്ലാഞ്ഞ്? അതൊന്നിപ്പം ഞാൻ കൂടുതൽ പറയണില്ല. അപ്പോൾ ഏതായാലും ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇതാക്കാം. പിന്നെ നമ്മളെ KT ജലീലാക്കാനോട് എനിക്ക് പറയാനുള്ളത്, പൊന്നാരൻ്റെ കൂമൻ ജലീലാക്ക, ദയവ് ചെയ്ത് മുസ്ലിം ലീഗ് വീട് കൊടുക്കാത്തതിനെ പറ്റിയും കൊടുത്തതിനെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നായികൾക്ക് 40 വട്ടം തൊള്ള തുറക്കണം. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുമോ? ഒരാൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുമോ? നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ സത്യസന്ധമായ അറിവൊന്ന് കൊടുക്കുമോ? നിങ്ങളല്ലേ വയനാട്ടിലേക്ക് പോയിനത്? നിങ്ങളല്ലേ പത്രക്കാരെ കാണുമെന്ന് പറഞ്ഞിന്? എന്തോ മറ്റൊരു കെണി വന്നതോടുകൂടി അന്നത്തെ പത്രസമ്മേളനമൊക്കെ ചീറ്റിപ്പോയി. ഇനി എന്തേ പത്രസമ്മേളനം നടത്തണ്ടേ? അവിടെ മെയിൻ സ്ലാബിന് പൊട്ടൽ വന്നിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് ദയവ് ചെയ്ത് വരിട്ടാ. നജ്മ നിസാറെ ഞാൻ കണ്ടു. ഏതായാലും ഇൻഷാ അല്ലാ ബാക്കിയുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് നിങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് വരാം. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. കാരണം ഇന്ന് തന്നെ 2-3 വീഡിയോ റീൽസും ഇതൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ. ഏതായാലും ആട്ടെ. ജയ് ഭാരത്.